സോ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഭരണപരമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ചിന്തിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരുന്നില്ല ആരൊക്കെ തമ്മിലുള്ള ബന്ധം, സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം ഒരു കോർഡിനൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുക. സോ ദ ഫ്രേമേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നെവർ ഇൻറ്റൻഡഡ് ടു ക്രിയേറ്റ് എ അഡ്മിനിസ്ട്രേറ്റീവ് കോർപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ളൊരു ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ സഹകരണ മനോഭാവം അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനും ഒരിക്കലും വിചാരിച്ചുകൊണ്ടായിരുന്നില്ല ഇവരൊരു ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ടു ബി എക്സസൈസ് ഇൻ സച്ച് എ വേ ആസ് ടു എൻഷുർ ദ കംപ്ലൈൻസ് വിത്ത് ലോ മെയ്ഡ് ബൈ ദ പാർലമെന്റ്. ഫർദർ ദ യൂണിയൻ എക്സിക്യൂട്ടീവ് ഈസ് എംപവേർഡ് ടു ഗീവ് ദ ഡയറക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഇഫ് നെസസറി ഫോർ ദ റിക്വസ്റ്റിക് പർപ്പസ്. അപ്പോൾ അറിയാം, ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം അല്ലെങ്കിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ശരിയായ അവകാശം ആർക്കാണ് വരുന്നത്? യൂണിയൻ എക്സിക്യൂട്ടീവിനാണ്. അല്ലാതെ ഒറ്റയ്ക്ക് ഒരു സംസ്ഥാനത്തിന് കാര്യനിർവഹണ വിഭാഗത്തെ നയിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. ആരുടെ ഡയറക്ഷനോട് കൂടി? യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷനോട് കൂടിയിട്ട് മാത്രമേ സംസ്ഥാന ഗവൺമെൻറ്റിന് അതിൻ്റെ ഭരണം നിയന്ത്രിക്കാനുള്ള കഴിവുള്ളൂ. അതാ പറയുന്നത്, ഫർദർ ദ യൂണിയൻ എക്സിക്യൂട്ടീവ് ഈസ് എംപവേർഡ് ടു ഗീവ് ദ ഡയറക്ഷൻ ടു സ്റ്റേറ്റ് ഇഫ് നെസസറി, ആവശ്യം വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിൽ, ഇഫ് നെസസറി ഫോർ ദ റിക്വസ്റ്റിക് പർപ്പസ്. ഓക്കെ, ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ സ്റ്റേറ്റ്, അപ്പോൾ അത് സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവർ ഇല്ലേ, കാര്യനിർവഹണ വിഭാഗത്തിനുള്ള കഴിവുണ്ട്. ആർക്കുണ്ട്? സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുണ്ട്. ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ടു ബി എക്സസൈഡ് ഇൻ സച്ച് എ വേ ആസ് ടു എൻഷുർ ദ കംപ്ലൈൻസ് വിത്ത് ലോ മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ്. അതായത് പാർലമെൻറ്റ് നടപ്പിലാക്കുന്ന നിയമങ്ങളെ നടപ്പിൽ വരുത്താനുള്ള അധികാരം എക്സിക്യൂട്ടീവ് പവർ ആർക്കുണ്ട്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്. പക്ഷേ അതായത് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, അപ്പോൾ എന്നാൽ ചില അവസരങ്ങൾ ഒരു അധികാരമുണ്ട് അവർക്ക്, കാര്യനിർവഹണ വിഭാഗത്തിനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുണ്ട്. പക്ഷേ എന്നാൽ ഫർദർ ദ യൂണിയൻ എക്സിക്യൂട്ടീവ് ഈസ് എംപവേർഡ് ടു ഗീവ് ദ ഡയറക്ഷൻ. ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ IAS IPS ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ കണ്ടിരിക്കാം. അത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിൻ്റെ ഭരണം സുഗമമാക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ ഇവർക്ക് ഡയറക്റ്റ്ലി ആരെ അനുസരിക്കണമെന്നില്ല, സംസ്ഥാന ഗവൺമെൻറ്റിനെ പൂർണ്ണമായിട്ട് അനുസരിക്കേണ്ട. പിന്നെ അവരെ നിയമിച്ചിരിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെൻറ് ഇവിടുത്തെ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഫർദർ ദ യൂണിയൻ എക്സിക്യൂട്ടീവ് ഈസ് എംപവേർഡ് ടു ഗീവ് ദ ഡയറക്ഷൻ ടു സ്റ്റേറ്റ് ഇഫ് നെസസറി, അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളിൽ, ഫോർ ദ റിക്വസ്റ്റിക് പർപ്പസ്. ദ യൂണിയൻ ഗവൺമെൻറ് ക്യാൻ ഇഷ്യൂ ഡയറക്ഷൻ ടു സ്റ്റേറ്റ് ടു എൻഷുർ, അതായത് ഇത്തരത്തിലുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കുന്നത് കംപ്ലൈൻസുകൾ വരുന്ന സമയത്ത്, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത്, സ്റ്റേറ്റ് ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് ദ ലോ ഓഫ് ദ പാർലമെന്റ് ഓർ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിക്ലെയർഡ് ടു ബി നാഷണൽ ആൻഡ് മിലിറ്ററി ഇമ്പോർട്ടൻസ്. എന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യ ദേശീയ തലത്തിലോ മിലിറ്ററി കാര്യങ്ങളിലൊക്കെ ചില സമയങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഭരണം നിർവഹിച്ചു പോകുന്ന ഘട്ടങ്ങളുമുണ്ട്. അതിനാണ് പറയുന്നത്. ആൻഡ് ആൾസോ ദ മെഷർ ഓഫ് ദ പ്രൊട്ടക്ഷൻ ആൻഡ് ഓഫ് റെയിൽവേ. അപ്പോൾ ഏതെല്ലാം കാര്യത്തിലാണ് പ്രധാനമായിട്ടും യൂണിയൻ ഗവൺമെൻറ്റുകൾ ഡയറക്ഷൻ ഗീവ് ടു ദി സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നോക്കൂ, പാർലമെൻറ്റ് കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ്, പ്രധാനമായിട്ടും പാർലമെൻറ്റ് ഫോർ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിക്ലെയർ ടു ബി നാഷണൽ ആൻഡ് മിലിറ്ററി ഇമ്പോർട്ടൻസ്. ദേശീയ തലത്തിലും മിലിറ്ററി ഇമ്പോർട്ടൻസുകളും ഉള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അവിടെയൊക്കെയാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്. ഇൻ ആൾസോ ദ മെഷർ ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് റെയിൽവേസ്, അതുപോലെ തന്നെ റെയിൽവേയുടെ പ്രൊട്ടക്ഷൻസുകൾ. ഇൻ അഡീഷൻ ടു ഓൾ ദീസ് ദ പാർലമെൻറ്റ് ക്യാൻ ആൾസോ അഡ്ജുഡിക്കേറ്റ്. In addition to all this, the Parliament can alone adjudicate on the interstate river disputes. Adjudicate എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? വിധി നിർണ്ണയിക്കുക, വിധി കൽപ്പിക്കുന്നത് ആരായിരിക്കും? നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് ആയിരിക്കും. ശ്രദ്ധിക്കുക, അതായത് ചില പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ചില വിഷയങ്ങൾ വരുമ്പോൾ ഇവിടെ ഉള്ള വിധി നിർണ്ണയിക്കുന്നത് ആരായിരിക്കും? പാർലമെൻ്റ് ആയിരിക്കും, അതായത് യൂണിയൻ ഗവൺമെൻറ് ആയിരിക്കും. ഇത് ഏത് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത്? ഇൻ അഡീഷൻ ടു ഓൾ ദിസ് പാർലമെൻറ്റ് ക്യാൻ എലോൺ, പാർലമെൻറ്റ് ഒറ്റയ്ക്കായിരിക്കും തീർപ്പ് കൽപ്പിക്കുന്നത്, വിധി കൽപ്പിക്കുന്നത്. അതാണ് അഡ്ജുഡിക്കേറ്റ് എന്ന് പറയുന്നത്, വിധി നിർണ്ണയിക്കുക. ഓൺ ദ ഇന്റർ സ്റ്റേറ്റ് റിവർ ഇഷ്യൂസ് എന്ന് വെച്ചാൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ളൊരു റിവർ ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരികയാണ്.
അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ കാവേരി പ്രശ്നം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കാവേരി ജലതർക്ക പ്രശ്ന പരിഹാര രീതികൾ. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവിടെ മർമ്മപ്രധാനമായിട്ടുള്ള തീരുമാനമെടുക്കുന്നത് പാർലമെന്റ് ആയിരിക്കും. സംസ്ഥാന ഗവൺമെന്റിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുകയില്ല. അതാണ് പറയുന്നത്. അപ്പോൾ വിധി നിർണ്ണയിക്കുന്ന ആരാ? പാർലമെന്റ് ആണ്. ആൾസോ പ്രൊവിഷൻ ഹാസ് ബീൻ മേഡ് ഫോർ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ആൻഡ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ടു അഡ്വൈസ് ദ പ്രസിഡന്റ് ഓർ ദ ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്സ്. ഇപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനവും പിന്നെ കേന്ദ്രവും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ വരികയാണെങ്കിൽ അത് നമ്മുടെ പാർലമെന്റ് ഒരു പ്രത്യേക ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയോഗിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് പ്രൊവിഷൻ ഹാസ് ബീൻ മേഡ് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ആൻഡ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ടു അഡ്വൈസ് കൊടുക്കാൻ. ഇവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് അഡ്വൈസ് കൊടുക്കണമല്ലോ, ഉപദേശം കൊടുക്കണമല്ലോ. അഡ്വൈസ് ദ പ്രസിഡന്റ് ഓൺ ദി ഇന്റർ സ്റ്റേറ്റ്സ് ഡിസ്പ്യൂട്ട്സ്. ആരുടെ നിർദ്ദേശപ്രകാരം? പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഇന്റർ സ്റ്റേറ്റ്സ് കൗൺസിലിനെ നിയമിച്ചിട്ടുണ്ട് ടു അഡ്വൈസ് ദ പ്രസിഡന്റ് ഓൺ ദ ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്സ്. അപ്പോൾ ആരുടെ അഡ്വൈസ് പ്രകാരം? പ്രസിഡന്റിന്റെ അഡ്വൈസ് പ്രകാരം ഇന്റർ സ്റ്റേറ്റ്സ് ഡിസ്പ്യൂട്ട്സുകൾ വരികയാണെങ്കിൽ അവയൊക്കെ പരിഹരിക്കുന്നതിനുള്ള ഒരു ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ തന്നെ. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ സാധാരണയായിട്ട് ഭരണം നിർവഹിച്ചുകൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു, പിന്നെ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ചിരിക്കുന്ന ചില അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സൊക്കെ ഓരോ സംസ്ഥാനത്തിലും നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അതായത് ചില ഡിസ്പ്യൂട്ട്സുകൾ ഇവർ തമ്മിൽ ഓൾറെഡി ഉണ്ട്. അതിനെ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് കഴിയത്തില്ല. അങ്ങനെ തീർച്ചയായിട്ടും ഒഴിവാക്കി പോകണം എന്നുള്ള നിലവാരത്തിലായിരുന്നില്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിമേഴ്സ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് എന്തായാലും സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ വരും, ഡിസ്പ്യൂട്ട്സുകളൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെയുള്ള നമുക്ക് ഒരിക്കലും സംസ്ഥാന ഗവൺമെന്റിന് പരിഹരിക്കാൻ കഴിയാത്ത വരുന്ന സമയത്താണ് ഇതൊക്കെ പാർലമെന്റിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മളൊരു സെൻട്രൽ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിച്ചിട്ടുണ്ട് വിത്ത് ദ അഡ്വൈസ് ഓഫ് ദ പ്രസിഡന്റ്. ഓക്കെ, ദെൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് ബീൻ സർട്ടൻ സ്പെഷ്യൽ പ്രൊവിഷൻസ് ടു എൻഷുർ യൂണിഫോമിറ്റി ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അപ്പം നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശപ്രകാരം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് സർട്ടൻ സ്പെഷ്യൽ പ്രൊവിഷൻസ്. ചില സ്പെഷ്യൽ പ്രൊവിഷൻസുകൾ ചില പ്രത്യേകപരമായിട്ടുള്ള പ്രൊവിഷൻസുകൾ കൊടുത്തിട്ടുണ്ട് ടു എൻഷുർ, ഉറപ്പാക്കുക യൂണിഫോമിറ്റി ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അതായത് ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൻ്റെ ഒരു യൂണിഫോമിറ്റി, ഒരു ഐക്യത കാത്തു സൂക്ഷിക്കുന്നത് ഇന്ത്യൻ ഭരണ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഐക്യത നമുക്ക് പെട്ടെന്ന് അങ്ങ് കാത്തു സൂക്ഷിക്കാൻ കഴിയും ഇല്ല. അപ്പോൾ കാര്യം ബിക്കോസ് ദർ ഇസ് ഓൾവേസ് പിന്നെന്താ പറയുന്നത്, ഒരു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഇന്റർ സ്റ്റേറ്റ്, സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു ഐക്യരൂപത നീണ്ടിക്കൊണ്ട് പോകാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ആ ഐക്യത കൊണ്ടുവരികയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് സർട്ടൻ സ്പെഷ്യൽ പ്രൊവിഷൻസ് ടു എൻഷുർ യൂണിഫോമിറ്റി ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ദിസ് ഇൻക്ലൂഡ് ദ ക്രിയേഷൻ ഓഫ് ഓൾ ഇന്ത്യൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു യൂണിഫോമിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓൾ ഇന്ത്യൻ സർവീസുകളായിട്ടുള്ള, ഇപ്പോൾ ഇന്ത്യ മൊത്തത്തിലുള്ളൊരു സർവീസാണ് ഓൾ ഇന്ത്യൻ സർവീസ് എന്ന് പറയുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുന്ന ഒരു ഇവരിലൂടെയാണ് ഭരണ സംവിധാനം നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. അല്ലാതെ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രികളിലൂടെ അല്ല, അല്ലെങ്കിൽ ഗവർണറിലൂടെ അല്ല ഭരണം നിർവഹിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഓൾ ഇന്ത്യൻ സർവീസുകളായിട്ടുള്ള IAS, IPS ആൻഡ് പ്ലേസിംഗ് മെമ്പേഴ്സ് ഓഫ് ദ സർവീസ് ഇൻ കീ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻ ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള യൂണിഫോമിറ്റി, അഡ്മിനിസ്ട്രേഷൻ ഭരണത്തിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഓൾ ഇന്ത്യൻ സർവീസുകളെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇൻക്ലൂഡ് ദ ക്രിയേഷൻ ഓഫ് ദ ഓൾ ഇന്ത്യൻ സർവീസ് സച്ച് ആസ് IAS and IPS to placing members of the service is a key administrative position in the state. അപ്പോൾ ഇവർക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻ ഓഫ് ദ എവറി സ്റ്റേറ്റ് വാസ് ഇൻ ദ ഹാൻഡ് ഓഫ് IASും IPS ഉദ്യോഗസ്ഥന്മാർക്കാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇവരിലൂടെയാണ് ഭരണം നിർവഹിച്ചുകൊണ്ട് പോകുന്നത്. ദ പ്രസന്റ് ഓഫ് ഓൾ ഇന്ത്യൻ സർവീസ് ഓഫീസേഴ്സ് ഫർദർ പേവ് ദ വൈ ഫോർ ദ സെൻട്രൽ ഗവൺമെന്റ് ടു എക്സസൈസ് അതോറിറ്റി ആൻഡ് കൺട്രോൾ ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ അതോറിറ്റിയും, ഭരണത്തിൻ്റെ ഒരു അതോറിറ്റി, സ്ഥിരാകേന്ദ്രവും അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഭരണമൊക്കെ നിർവഹിച്ചുകൊണ്ട് പോകുന്നത് ആരിലൂടെയും കൂടിയാണ് ഈ IASും IPS ഓഫീസർമാരിലൂടെയാണ്. ഓക്കെ, നോക്കാം. ദ മെമ്പേഴ്സ് ഓഫ് ദി സർവീസ് ആർ റിക്രൂട്ടഡ് ബൈ ദ സെൻട്രൽ ബട്ട് ആർ അപ്പോയിന്റഡ് ദ സ്റ്റേറ്റ്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള IAS IPS ഉദ്യോഗസ്ഥന്മാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് ആരാണ്? കേന്ദ്രത്തിൽ നിന്നാണ്. എങ്ങോട്ട്? സംസ്ഥാനങ്ങളിലേക്ക്. അപ്പോൾ ഇവരുടെ ഉത്തരവാദിത്വം ആർക്കാണ് വരുന്നത്? സെൻറ്ററിനാണ്. ഓരോ സംസ്ഥാനത്തിലേക്കും ആ സംസ്ഥാനത്തിൻ്റെ ഭരണം നിർവഹിക്കുന്നതിനും നിയന്ത്രിച്ചു കൊണ്ടൊക്കെ പോകുന്നത് ഇവരിലൂടെയാണ്. ഓക്കെ, പറയാൻ മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ. നോ ഡിസിപ്ലിനറി ആക്ഷൻ ക്യാൻ ബി ടേക്കൻ എഗെയിൻസ്റ്റ് ദം ടു സ്റ്റേറ്റ് ഗവൺമെൻറ് വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ അതായത് ഒരു എന്താ പറയുക, നോ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു അച്ചടക്ക നിയമ നടപടികളൊക്കെ തന്നെ തീരുമാനിക്കാൻ, അല്ലെങ്കിൽ ഇവരിലൂടെ മാത്രമേ
മാത്രമേ കഴിയുള്ളൂ. നോൺ ഡിസിപ്ലിനറി ആയിട്ടുണ്ട്. ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ അച്ചടക്കരഹിതമായ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന് ഒറ്റയ്ക്കൊരു തീരുമാനമൊന്നും എടുക്കാൻ കഴിയത്തില്ല, അല്ലേ? എന്ന് വെച്ചാൽ അതെന്താ അർത്ഥമാക്കുന്നത്? ആക്ഷൻ ക്യാൻ ബി ടേക്കൻ എഗെയിൻസ്റ്റ്, അവർക്കെതിരെയുള്ളൊരു ആക്ഷൻ എടുക്കാനും സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിക്കോ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്കോ ഒന്നും കഴിയില്ല. ബിക്കോസ് ഇവരെ നിയന്ത്രിച്ചിരിക്കുന്നത് ആരാണ്? ഇവരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രലിൽ നിന്നുമാണ്. മനസ്സിലാവുന്നല്ലോ. എഗെയിൻസ്റ്റ് ദം ദ സ്റ്റേറ്റ് ഗവൺമെന്റ് വിത്തൗട്ട് ദ പെർമിഷൻ. അത് ആരുടെ പെർമിഷനോടുകൂടി നടപ്പിലാക്കാം? സെൻട്രലിൻ്റെ, അതായത് കേന്ദ്ര ഭരണത്തിൻ്റെ അനുമതിയോട് കൂടിയിട്ട് മാത്രമേ സംസ്ഥാന സർക്കാരുകൾക്ക് ഈ ഓൾ ഇന്ത്യൻ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അച്ചടക്ക നടപടി അല്ലെങ്കിൽ അച്ചടക്കരഹിതമായ നടപടികൾ ഇവർ നടത്തി എന്നുള്ള കാരണവശാൽ ഇവരെ പുറത്താക്കാനും മറ്റുമൊക്കെ കഴിയും. അതിന് ആരുടെ പെർമിഷൻ വേണം? നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് മാത്രമേ അങ്ങനെയുള്ളൊരു നിയമ നടപടി സംസ്ഥാന ഗവൺമെൻറ്റിന് എടുക്കാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഇവർക്ക് നമ്മുടെ ഓൾ ഇന്ത്യൻ സർവീസിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനായിട്ട് എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഈസ് ലൈക്ക് IAS ആൻഡ് IPS ഓഫീസേഴ്സ്, ഇവർക്ക് ഡയറക്റ്റ്ലി ഇവർക്ക് ബന്ധമുള്ളത് ആരുമായിട്ടാണ്? സെൻട്രൽ ഗവൺമെൻറ്റിനോടാണ്. ബിക്കോസ് ദീസ് ഓഫീസേഴ്സ് ആർ റിക്രൂട്ടഡ് ബൈ, അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുന്നത് ആരാണ്? സെൻട്രലാണ്. അപ്പോൾ അതായത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇവരെ നിയമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവരുമായിട്ട് മാത്രമേ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ബന്ധമുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവർക്കെതിരായിട്ടുള്ള അച്ചടക്ക നടപടികൾ ഇവരെടുത്തു എന്നുള്ള നിലയിൽ ഇവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാനും സംസ്ഥാന ഗവൺമെൻറ്റിനുള്ള അധികാരമില്ല. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൾസോ മേക്ക് പ്രൊവിഷൻസ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ന്യൂ ഓൾ ഇന്ത്യൻ സർവീസ് ബൈ ദ പാർലമെന്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ രാജ്യസഭ. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം കൂടി ഇന്ത്യൻ ഭരണഘടന എടുത്തിട്ടുണ്ട്. എന്തായിരുന്നു തീരുമാനം? ആൾസോ മേക്ക് പ്രൊവിഷൻസ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ന്യൂ ഓൾ ഇന്ത്യൻ സർവീസ്. ഒരു ന്യൂ ഓൾ ഇന്ത്യൻ സർവീസ് നടപ്പിലാക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ആൾസോ മേക്ക് പ്രൊവിഷൻസ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ന്യൂ ഓൾ ഇന്ത്യൻ സർവീസ് ബൈ ദ പാർലമെന്റ്. അപ്പോൾ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? പാർലമെന്റിനാണ്. ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ രാജ്യസഭ. ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരം? രാജ്യസഭയുടെ റെക്കമെൻഡേഷൻ പ്രകാരം പാർലമെന്റിന് ഒരു ന്യൂ ഓൾ ഇന്ത്യൻ സർവീസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടന പ്രകാരം പ്രൊവിഷൻ ചെയ്യുന്നുണ്ട്, അല്ലേ? അതൊരു പ്രധാനപ്പെട്ട പ്രൊവിഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ. ദ പ്രസിഡന്റ് ആൾസോ പുട്സ് ദ എൻറ്റയർ കൺട്രോൾ ഓഫ് ദ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ യൂണിയൻ, വിച്ച് യു വിൽ ബി സ്റ്റഡിഡ് ദ ഡീറ്റെയിൽസ് ഇസ് ഗോയിങ് ത്രൂ ദ ലെസൺ ഓൺ ദ എമർജൻസി പ്രൊവിഷൻ. നമ്മൾ ഓൾറെഡി ഇതെല്ലാം പഠിച്ചു. എമർജൻസി പ്രൊവിഷൻസിൽ അടിയന്തരാവസ്ഥകളെ കുറിച്ചുള്ള ഭാഗത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏതേത് അവസരങ്ങളിലാണ് സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ പ്രസിഡന്റ് റൂൾ നേരിട്ട് നടപ്പിലാക്കുന്നത്? അടിയന്തരാവസ്ഥ വരുന്ന കാലഘട്ടത്തിലല്ലേ നടപ്പിലാക്കുന്നത്. പിന്നെ പ്രസിഡന്റിൻ്റെ അധികാരപ്രകാരം സംസ്ഥാനങ്ങൾ ഭരണം നടത്തുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനുണ്ടല്ലോ, അതാരായിരുന്നു? ആ ഒരു പവറുള്ളത് സംസ്ഥാന ഗവർണർമാർക്കായിരിക്കും. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യു വുഡ് ഓൾസോ റീകോൾ ദ യൂണിയൻ എക്സിക്യൂട്ടീവ് ഈസ് empowered to give such a direction on the states it may appear necessary for the purpose of union government. നമുക്ക് അത്യാവശ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്ന സമയത്ത്, അല്ലെ, സംസ്ഥാന ഗവൺമെന്റിന് ചില പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്തോ ചില നടപടികൾ എടുക്കുന്ന സമയത്ത് ആരുടെ ഡയറക്ഷൻ പ്രകാരമായിരിക്കും നിയമ നടപടികൾ സ്വീകരിക്കുന്നത്? യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ. അതും കൂടെ നമുക്ക് പഠിച്ചു പോകണം. ദി യൂണിയൻ ഗവൺമെന്റ് ഹാസ് വൈഡ് പവർ ടു ഇഷ്യൂ ഡയറക്ഷൻ ബേസ്ഡ് ഓൺ ദ സബ്ജക്ട് വ്യൂ ഓൺ ദ യൂണിയൻ ആൻഡ് മേ therefore the interfere the state autonomy in the field of the administration. Ordinarily the central police force and army was posted at the state and request of the state government. However, there have been occasions where the CRPF of the BSF have been deployed in the state against the state wishes to state government. This the center played a very important role in the administrative sphere of the activity concerning in the states. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സംസ്ഥാനത്തിലെ ഭരണത്തിൻ്റെ പല പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള അധികാരം യൂണിയൻ ഗവൺമെൻറ്റിനുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനുമതിയോട് കൂടിയിട്ടല്ല നടപ്പിലാക്കുന്നത്. നമുക്ക് അത്യാവശ്യം ചില സഹായങ്ങൾ വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ യൂണിയൻ ഗവൺമെൻറ്റിനോട് പറയും, ഉപദേശം ആരായും അവരുടെ നിർദ്ദേശപ്രകാരം ഇവിടെ നിയമിക്കും. എന്നാൽ അങ്ങനെ വരാത്ത ചില സാഹചര്യങ്ങളും ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. അതായത് ചില സംസ്ഥാനങ്ങൾ അടിയന്തരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് പോലും ചോദിക്കാതെ, പ്രത്യേക അനുമതി നേടാതെ അവർ മിലിറ്ററി ഓഫീസേഴ്സിനെ അവർ നിയോഗിച്ചു. പ്രത്യേകിച്ച് മിലിറ്ററി ഫീൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോലീസ് ഫോഴ്സ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിലേക്ക് പോലീസ് ഫോഴ്സിനെ നിയമിച്ച സാഹചര്യങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണ്. നോക്കൂ, ദ സെൻട്രൽ പോലീസ് ഫോഴ്സ് ആൻഡ് ആർമി. സെൻട്രൽ പോലീസ് ഫോഴ്സിനെയും നിയമിച്ചിട്ടുണ്ട്, ആർമി ഫോഴ്സിനെ. അത്
ആക്ച്വലി ഇങ്ങനെയൊക്കെ നിയമിക്കാറുണ്ട്. നമുക്ക് അടിയന്തരാവസ്ഥമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുന്ന ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ഫ്ലഡൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആവശ്യപ്പെടും കേന്ദ്രത്തിനോട്. അപ്പോൾ കേന്ദ്രം ഇവിടെ ആർമിയെയും പോലീസിനെയും ബറ്റാലിയനെയും ഒക്കെ അവർ നിയമിക്കും. ഇങ്ങനെ ഇതില്ലാതെ പോലും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഡയറക്റ്റ്ലി ഇവരുടെ ഒരു അനുമതി തേടാതെ പോലും നിയമിച്ചിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, അങ്ങനെയുള്ള ഒരു സമയമാണ് ഹൗവർ ദർ ഹാവ് ബീൻ ഒക്കേഷൻ വെയർ CRPF, BSF ഹാവ് ബീൻ ഡിപ്ലോയ്ഡ് ഇൻ ദ സ്റ്റേറ്റ് മച്ച് എഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് വിഷസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അനുമതി കൂടാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ആരെയൊക്കെ നിയമിച്ചെന്നാണ് പറയുന്നത്, CRPFനെയും BSFനെയും ഒക്കെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള അധികാരം ആർക്കുണ്ട്? യൂണിയൻ എക്സിക്യൂട്ടീവ്, ഐ മീൻ യൂണിയൻ ഗവൺമെൻറ്റിനുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ദെൻ പറയുകയാണെങ്കിൽ ദിസ് ദ സെൻട്രൽ പ്ലേ ദ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്പെയർ ഓഫ് ദ ആക്ടിവിറ്റി കൺസേണിങ് ദ സ്റ്റേറ്റ്സ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിലൂടെയൊക്കെ തന്നെ നിങ്ങൾക്കൊരു കാര്യം വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അതായത് ഭരണം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പവർ വളരെ വലുതാണ് അല്ലേ. അപ്പോൾ അവരാണ് ആ ഒരു മെയിൻ സെൻറ്റർ ഓഫ് ദ പവർ ഇൻ ദ ഹാൻഡ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിനാണ് ഉള്ളത്. ഓക്കെ, ദ സെൻട്രൽ പ്ലേ ദ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്പെയർ ഓഫ് ദ ആക്ടിവിറ്റി കൺസേണിങ് ഇൻ ദി സ്റ്റേറ്റ്. അപ്പോൾ സംസ്ഥാനത്തിലെ ഭരണ കാര്യങ്ങൾ പോലും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ആരിലൂടെയാണെന്നാണ് നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നത്? യൂണിയൻ ഗവൺമെൻറ്റിലൂടെയാണ്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ പ്രധാനമായിട്ടും ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള റിലേഷൻസ് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചെന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ റിലേഷൻസ് കൂടെയാണ്. അപ്പോൾ എങ്ങനെയാണ് സാമ്പത്തിക ക്രയവിക്രയ കാര്യങ്ങളിൽ സംസ്ഥാനവും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു വളരെ പ്രാധാന്യമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്, ഒരു ഫാക്ടറാണ് ഫിനാൻഷ്യൽ റിലേഷൻ. സാമ്പത്തിക ക്രയവിക്രയ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ളതാണ്. അപ്പോൾ നമുക്ക് അവിടെ നോക്കാം. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സ്, പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ റിസോഴ്സുകൾ അല്ലെങ്കിൽ സാമ്പത്തിക വിഭവങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ഇവർ തമ്മിലുള്ള ബന്ധം. അപ്പോൾ നോക്കൂ, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സ് ഈസ് എസ്പെഷ്യലി ക്രിട്ടിക്കൽ ഇൻ ഡിറ്റർമിനിങ് ദ നാച്ചർ ഓഫ് ദ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് സെൻട്രൽ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുന്ന കാര്യത്തിലല്ലേ ഇവർ തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ ബോത്ത് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഹാസ് ബീൻ പ്രൊവൈഡ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ. അപ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് പ്രൊവൈഡഡ് വിത്ത് ഇൻഡിപെൻഡൻറ്റ്, അവർക്ക് സ്വതന്ത്രപരമായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് റവന്യൂ ഉണ്ട്. രണ്ടുപേർക്കും വരുമാനം വേണം, സോഴ്സ് ഓഫ് റവന്യൂ ഉണ്ട്. അത് സംസ്ഥാന ഗവൺമെൻറ്റിനും ഉണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിനും ഉണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആരിൽ നിന്നുള്ള റവന്യൂ ആണ്? അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ആരാ? ഭരണഘടനയിലുള്ള അല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രകാരം. അപ്പോൾ പറയുന്നുണ്ട് ബോത്ത് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഹാസ് ബീൻ പ്രൊവൈഡഡ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ പാർലമെന്റ് ക്യാൻ ലെവി ടാക്സസ് ഓൺ ദ സബ്ജക്ട് ഇൻക്ലൂഡിംഗ് ദ യൂണിയൻ ലിസ്റ്റ്. പാർലമെന്റ് ടാക്സ് പിടിച്ചെടുക്കുന്നതാണ് യൂണിയൻ ഗവൺമെന്റിൽ നിന്നാണ് അല്ലേ, യൂണിയൻ ലിസ്റ്റിൽ നിന്നാണ്. യൂണിയൻ ലിസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പാർലമെന്റ് എന്ത് ചെയ്യുന്നത്? ടാക്സ് ഈടാക്കുന്നത്. ഇനി നോക്കൂ, ഇനി സ്റ്റേറ്റ് ക്യാൻ ബി ലെവ് ടാക്സ് ഓൺ ദ സബ്ജക്ട് ഇൻ ദ, അതായത് സംസ്ഥാനം ടാക്സ് ഈടാക്കുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങളിലൂടെയാണ്. ഓക്കെ, ഇനി ബൈ ദ ലാർജ് ടാക്സ് ഹാവ് ബീൻ ഇൻറ്റർസ്റ്റേറ്റ് ബേസ്, അതായത് വലിയ ലാർജ് ടാക്സിൻ്റെ കാര്യം, വലിയ നികുതികളൊക്കെ ഈടാക്കുന്ന കാലഘട്ടത്തിൽ ബോത്ത് ബൈ ദ ലാർജ് ടാക്സ് ദാറ്റ് ഹാവ് ബീൻ ഇൻറ്റർസ്റ്റേറ്റ് ബേസ് ആർ ലീവ്ഡ് ബൈ ദ സെൻട്രൽ ആൻഡ് ദോസ് വിത്ത് ദ ലോക്കൽ ബേസ് ബൈ ദ സ്റ്റേറ്റ്. ഒരു ലാർജസ്റ്റ് ടാക്സ് ഒക്കെ വരുമ്പോൾ ഇൻറ്റർസ്റ്റേറ്റ് ബേസിലാണ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ദ ലീവ്ഡ് ബൈ ദ സെൻട്രലായിട്ട് നിർമ്മിക്കാറുണ്ട്, ടാക്സുകൾ ഈടാക്കാറുണ്ട്. ആൻഡ് ദ ദോസ് വിത്ത് ലോക്കൽ ബേസ് ആണെങ്കിൽ ലോക്കൽ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നികുതികൾ ഈടാക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. പിന്നെ അത് കൂടാതെ നമ്മൾ ദ സ്റ്റേറ്റ് ക്യാൻ ബി ലീവ് ടാക്സ് ഓൺ ദ സബ്ജക്ട് ഇൻ ദി സ്റ്റേറ്റ് ലിസ്റ്റ് ബൈ ദ ലാർജ് ടാക്സ് ഹാവ് ബീൻ ഇൻറ്റർസ്റ്റേറ്റ് ബേസിലാണ് ലാർജ് ടാക്സ് വരികയാണെങ്കിലും ലീവ്ഡ് ബൈ ദ സെൻട്രൽ ആൻഡ് ദോസ് വിത്ത് ലോക്കൽ ബേസ്, അത് മൊത്തത്തിൽ ലീവ് ചെയ്തെടുക്കുന്നത്, ടാക്സ് ഈടാക്കി എടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും ലോക്കലായിട്ടുള്ള ചില വിഷയങ്ങൾ വരികയാണെങ്കിൽ അവിടെയുള്ള നികുതി പിരിച്ചെടുക്കാനുള്ള അധികാരമാർക്കാണ്? അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. ഇങ്ങനെയാണ് ഈ സാമ്പത്തിക ക്രയവിക്രയ കാര്യങ്ങളിൽ പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. ദെൻ പറയുകയാണെങ്കിൽ ദ യൂണിയൻ ലിസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഐറ്റം ടാക്സേഷൻ. അപ്പോൾ ഏതെല്ലാം ഐറ്റംസുകളിലാണ് യൂണിയൻ ലിസ്റ്റ്
ടാക്സേഷൻ ഈടാക്കുന്ന full under the following categories. The taxes levied by the union but collected and appropriated by the state such as the tax ഈടാക്കുന്നത് യൂണിയൻ ആണെങ്കിലും കളക്ട് ചെയ്തെടുക്കുന്ന സ്റ്റേറ്റ് ആണ്, such as stamp duties of excise of the medical and toilet preparation. ഇതൊക്കെ ഈ ടാക്സ് ലീവ് ചെയ്യുന്നത് യൂണിയൻ ഗവൺമെന്റ് ആണെങ്കിലും അതിനെ പിരിച്ചെടുക്കുന്നത് ആരാണ്? ഡ്യൂട്ടീസ് എക്സസൈസ് ഓൺ മെഡിക്കൽ ബട്ട് ദ കളക്റ്റഡ് ആൻഡ് അപ്രോപ്രിയേറ്റഡ് ബൈ ദ സ്റ്റേറ്റ്. ആരാണ് കളക്ട് ചെയ്തെടുക്കുന്നതും ആൻഡ് അപ്രോപ്രിയേറ്റ് ചെയ്തെടുക്കുന്നതും ആരാണ്? സ്റ്റേറ്റ്. സച്ചാസ് പ്രധാനമായിട്ടുള്ള ചില ഇപ്പം ഏതെല്ലാം ഡ്യൂട്ടികളാണ് കേന്ദ്ര ഗവൺമെന്റ് ഈടാക്കുമെങ്കിലും പിരിച്ചെടുക്കാനുള്ള അധികാരം ആർക്കുള്ളത്? സംസ്ഥാന ഗവൺമെന്റ്. പറയുകയാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടീസ് ഓഫ് ദ എക്സൈസ് ഓഫ് ദ മെഡിക്കൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ എക്സെട്ര. ഇനി ടാക്സസ് ലീവ്ഡ് ഓൺ കളക്റ്റഡ് ബൈ ദി യൂണിയൻ അസൈൻഡ് ബൈ ദ സ്റ്റേറ്റ് ലിസ്റ്റ് റെയിൽവേ അല്ലെങ്കിൽ സീ എയർ ഇതൊക്കെ തന്നെ ടാക്സ് ലീവ് ചെയ്യുന്ന കളക്ട് ചെയ്തുകൊണ്ടാണ്. കളക്റ്റഡ് ആയിട്ടുള്ള ടാക്സ് ആണ് വരുന്നത്. പ്രധാനമായിട്ട് ടാക്സ് ലീവ്ഡ് ആൻഡ് കളക്റ്റഡ് ബൈ ദി യൂണിയൻ ബട്ട് അസൈൻ. യൂണിയനാണ് ടാക്സ് ഈടാക്കി എടുക്കുന്നത്. ആരാണ്? ടാക്സ് ഈടാക്കുന്നത് യൂണിയനാണ്. പക്ഷെ അസൈൻ ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ്. അത് അസൈൻ ചെയ്യാനുള്ള അധികാരം മാത്രമേ സംസ്ഥാന ഗവൺമെന്റിനുള്ളൂ. ടാക്സ് ഈടാക്കി എടുക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ നോക്കി ഏതൊക്കെയാണ്? റെയിൽവേ, സീ, എയർ. അപ്പോൾ ഇത്തരത്തിലൂടെയൊക്കെ ലഭിക്കുന്ന വരുമാനങ്ങൾ ടാക്സുകളൊക്കെ ലീവ് ചെയ്തെടുക്കുന്നത് ആരായിരുന്നു? നികുതി പിരിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനും അത് അസൈൻ ചെയ്യാനുള്ള അധികാരം മാത്രമേ സംസ്ഥാന ഗവൺമെന്റുകൾക്കുള്ളൂ. ദ ടാക്സ് ലീവ്ഡ് ആൻഡ് കളക്റ്റഡ് ബൈ ദ സെൻട്രൽ ആൻഡ് മേ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ. അപ്പോൾ കളക്ട് ചെയ്തെടുക്കുന്നത് സെൻട്രലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതാണ്? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ഇഫ് ദ പാർലമെന്റ് ബൈ law so provides such as union excise duties, excise on toilet preparation എന്ന് വെച്ചാൽ ടാക്സ് ലീവ് ചെയ്യാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനും അത് കളക്ട് ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിനും വരുന്ന ചില വിഷയങ്ങളുണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ്. ടോയ്ലറ്റ് പ്രിപ്പറേഷൻ വരുന്നുണ്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടീസ് എക്സെട്ര. ഓക്കെ, അത് ഇന്ത്യൻ പാർലമെന്റിൽ ഇനാക്ട് ചെയ്തിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ടാക്സസ് ലീവ്ഡ് ആൻഡ് കളക്റ്റഡ് ആൻഡ് റിട്ടേൺ ബൈ ദ സെൻട്രൽ സച്ച് എന്നാൽ ചില ടാക്സുകളുണ്ട് അത് ലീവ് ചെയ്തെടുക്കുന്നതും കളക്ട് ചെയ്തെടുക്കുന്നതൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആണ്. ദ ടാക്സ് ലീവ്ഡ് ആൻഡ് കളക്റ്റഡ് ആൻഡ് റിട്ടേൺ ബൈ ദ സെൻട്രൽ സച്ച് ആസ് ദ കസ്റ്റംസ്, സർചാർജ്, ഇൻകം ടാക്സ് അല്ലെ കസ്റ്റംസ് ഡ്യൂട്ടീസ്, ഇൻകം ചാർജ് അല്ലെ സർചാർജുകൾ ഇതൊക്കെ കളക്ട് ചെയ്തെടുക്കുന്നതിനും ലീവ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ നികുതി നടപ്പിലാക്കുന്നതും നികുതി പിരിച്ചെടുക്കുന്നതിനും ഒക്കെയുള്ള അധികാരം ആർക്കാണുള്ളത്? കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. ഈ ടാക്സസ് ലീവ്ഡ് ആൻഡ് കളക്റ്റഡ് ബൈ ദ സെൻട്രൽ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് സച്ച് ആസ് ടാക്സസ് അതർ ദാൻ അഗ്രികൾച്ചർ. ഇനി ഇത് നടപ്പിലാക്കുന്നത് ടാക്സ് ഈടാക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. അത് അങ്ങനെയുള്ള ചില മേഖലകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ അവിടെയൊക്കെ പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഫിനാൻഷ്യൽ റിലേഷൻസ് ആണ് സെൻട്രൽ സ്റ്റേറ്റ് തമ്മിൽ നയിച്ചുകൊണ്ട് പോകുന്നത്. അതും കൂടെ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ബന്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ 3 തരത്തിലുള്ള ബന്ധം. ഈ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് പവർ നയിച്ചു കൊണ്ടുപോകുന്ന 3 തലത്തിലൂടെയാണ്. ലെജിസ്ലേറ്റീവിലൂടെയും അഡ്മിനിസ്ട്രേറ്റീവിലൂടെയും ഫിനാൻഷ്യലിലൂടെയും. അപ്പോൾ നിയമനിർമ്മാണം, അതുപോലെ തന്നെ ഭരണനിർവഹണം, നെക്സ്റ്റ് വരികയാണെങ്കിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള 3 അടിസ്ഥാന വിഷയങ്ങളിലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യയിലൊരു ഭരണ നിർവഹണം നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇന്ത്യയിലൊരു ഭരണ സംവിധാനം നിയന്ത്രിച്ചു കൊണ്ട് പോകുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തുല്യ പങ്ക് വഹിക്കുന്നു. അപ്പോൾ കൂടുതൽ പവർ ഉള്ളത് എപ്പോഴും ആർക്കായിരിക്കും? അത് യൂണിയൻ ഗവൺമെൻറ്റിനായിരിക്കും. ഇപ്പം നമ്മൾ ടാക്സ് ഈടാക്കുന്ന കാര്യത്തിലും പിരിച്ചെടുക്കുന്ന കാര്യത്തിലും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ വിഷയങ്ങളാണ് പഠിച്ചു വെക്കേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ബന്ധത്തെ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ കുറിച്ചിട്ടാണ്. ഇവിടെ നമ്മൾ ലാസ്റ്റ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പോയിന്റ് കൂടെ നമ്മൾ പഠിച്ചു പോകണം. നമുക്കറിയാം ഈ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം അത്ര ശക്തമൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു കോർഡിനൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന പല കാര്യത്തിലുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ വരുന്നതിനും അതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള കമ്മീഷൻസുകളെ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ പാർലമെൻറ്റ് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മീഷനെ കൂടി നമുക്ക് എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദ സർക്കാരിയ കമ്മീഷൻ എക്സാമിൻഡ് ദ പ്രോബ്ലം ആൻഡ് റെക്കമെൻഡഡ് ചേഞ്ചസ് ഇൻ ദ ഏരിയ ഓഫ് ദ ഫെഡറൽ ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ റിലേഷൻസ്. അപ്പോൾ ദ വർക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓവർ ദ ഇയർ ഇൻഡിക്കേറ്റഡ് ദാറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഹാവ് നോട്ട് റിമൈൻഡ് വെരി
വെരി കോർഡിനൽ. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ഭരണം ഒരു കോർഡിനലായിട്ടുള്ള രമ്യഹർമ്മ്യമായിട്ടുള്ളൊരു നിയന്ത്രണത്തിലല്ല, പൊരുത്തപ്പെടലല്ല നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണ വ്യവസ്ഥയെ തകിടം മറിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം കോർഡിനലായിട്ടുള്ളൊരു കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പ് നയിച്ചുകൊണ്ട് പോകുകയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ദി സ്റ്റേറ്റ് ഹാഡ് ബീൻ സ്റ്റേറ്റഡ് ഡിമാൻഡിങ് മോർ ഓട്ടോണമി. അപ്പോൾ സ്റ്റേറ്റ് എപ്പോഴും അവർക്ക് കൂടുതൽ ഓട്ടോണമസ് വേണമെന്നാണ് ചിന്തിക്കുന്നത്. കൂടുതൽ സ്വാശ്രയത്വം നമുക്ക് തരണം, നമുക്ക് അവരിൽ നിന്ന് വിട്ടുമാറി നിൽക്കണം, അങ്ങനെയൊക്കെയുള്ള ചില സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവരെപ്പോഴും ആവശ്യപ്പെടുന്നു. അത് സംസ്ഥാന ഗവൺമെൻറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേരിയസ് കമ്മീഷൻ ഹാസ് ബീൻ അപ്പോയിന്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു റിവ്യൂ ദ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്, നമ്മുടെ പാർലമെൻറ്റ് പലതരത്തിലുള്ള കമ്മീഷനുകളെ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മീഷനെ കുറിച്ച് പറയാം. ദാറ്റ് ഈസ് എ സർക്കാരിയ കമ്മീഷൻ എക്സാമിൻഡ് ദ പ്രോബ്ലം ആൻഡ് റെക്കമെൻഡഡ് ചേഞ്ചസ് ഇൻ ദ ഏരിയ ഓഫ് ദ ഫെഡറൽ ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ റിലേഷൻസ്. അങ്ങനെ ഒരു സർക്കാരിയ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു കമ്മീഷനെ നിയോഗിക്കുകയും അപ്പോയിൻമെൻറ്റ് ചെയ്യുകയും വിത്ത് ഹെൽപ്പ് ഓഫ് ദി സർക്കാരിയ കമ്മീഷൻ. ഈ സർക്കാരിയ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ ഇങ്ങനെയായിരുന്നു. എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഇവർ തമ്മിൽ വരുന്നത്, പ്രധാനമായിട്ട് ഏതേത് മേഖലകളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ദ പ്രോബ്ലം, പ്രധാനമായിട്ടുള്ള പ്രശ്നം വരുന്നതും ആ പ്രശ്ന പരിഹാരം വരേണ്ടിയിട്ടുള്ളതും ദ ചേഞ്ചസ്, അതായത് മാറ്റം നിങ്ങൾ കൊണ്ടുവരണം ഇനിമേൽ. ഏതൊക്കെ മേഖലകളാണ്? ഫെഡറൽ ഗവൺമെൻറ് ഫെഡറൽ സിസ്റ്റത്തിലും, ലെജിസ്ലേറ്റീവ് സിസ്റ്റത്തിലും, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലും, ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പിലുമാണ് ഈ ചേഞ്ചസ് കൊണ്ടുവരിക എന്ന് റെക്കമെൻഡേഷൻ ചെയ്ത ഒരു കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. അത് ചോദിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പാർട്ടുകൾ പഠിച്ചത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾ ഈ ഒരു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ പഠിക്കേണ്ടിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.